കുറച്ചൊക്കെ വിശ്വാസം വന്നോ? അല്ലേ? ഉള്ളതല്ലേ? സത്യോ ചെയ്യാൻ പോണിപ്പാ എന്താ ചെയ്യണിപ്പ? സംഭവം എന്താ? കൂട്ടി കഴിഞ്ഞാല് ടോട്ടൽ വരുന്ന എത്രയും നോക്കുക. അപ്പൊ എന്താ അറിയാ, ഏകദേശം എന്താ ആളുടെ ബേസിക് അറിയാൻ പറ്റും അല്ലേ? വലിയ ട്രസ്റ്റബിൾ ആവണ്ട, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിനെന്താ പറയാ? ജ്യോതിഷം. അതിന്റെ വേറൊരു സാധനം എന്താണ്? സംഖ്യാ ജ്യോതിഷം. ഓക്കെ. അപ്പൊ നിന്റെ പേരില് നീ എന്താണ്, നീ എങ്ങനെ ഇരിക്കും, ഫ്യൂച്ചർ എന്താ, അത് നമ്മുടെ ഇവിടെ മായിൻ നമ്പൂതിരി ഇവിടെ എന്റെ ഉപ്പയാണ് ഗൈസ്. ഓക്കെ, മുപ്പരെ നോക്കി ഉണ്ടാക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ലെറ്റ്സ് ഗൈസ്. നിഹാല ഇനീഷ്യൽ എഴുതണല്ലേ? അപ്പം okay. Are you excited? Yes. Really? Bit scared. A bit scared, ah? Why? അല്ല മോനെ പൊളിക്കുന്നത്. നിന്റെ ഒക്കെ നോക്കിയാ എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. ആണോ? ഞെട്ടിപ്പോ മനസ്സിലായോ? പൊളിക്കും മോളെ. അവിടെ അങ്ങനെ പറന്നുകൊണ്ടിട്ട് ദേഹം ഭയങ്കര എഴുത്തിലാണല്ലോ. ഇത് സയന്റിഫിക് ആയിട്ടുള്ള നമ്മളെ പേര് വെച്ചിട്ടുള്ള എന്തുവാണെന്നാ തോന്നുന്നത്. അതെ, നമ്പേഴ്സ്, പേരുകൾ പ്രെഡിക്റ്റ് ഇതിലിങ്ങനെ പറയും. ആ നമ്പറിൽ ഓരോ നമ്പറിനും ഓരോ ഇതുണ്ട്. ആ നമ്പർ ടോട്ടൽ ഒരു കാൽക്കുലേറ്ററിൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൽ ഉണ്ടാവും ഇദ്ദേഹത്തിന്റെ ഫീച്ചറുകൾ, ഇത് ഇന്ന സ്വഭാവക്കാരാണ്, ഇന്ന എന്തൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം വാട്ട് ആർ ദ തിങ്സ്. ഒരു സിമിലർ ആയിട്ട് എന്തെങ്കിലും എത്ര പോയിന്റ്സ് കിട്ടും നോക്കാം. അതെ, സത്യല്ലപ്പാ. നോക്കാം അല്ലേ? യെസ്, റെഡി? നോക്കണം. അന്റെ കിട്ടിയിട്ട് വേണം ഉമ്മാന്റെ നോക്കാൻ. ഉമ്മാന്റെ നോക്കണമ്മ, മോടി എന്റെ നോക്കണം നോടല്ലേ? എനിക്ക് എക്സൈറ്റഡ് ആണോ? എന്താ അറിയാ? ഓ നമ്പൂതിരി എന്തേലും കാണോ ഇല്ലത്തോട്ട്? മന്തി എടുക്കട്ടെ നമ്പൂതിരി. മേമന നമ്പൂതിരി അല്ല, മായിൻ നമ്പൂതിരി ആണല്ലോ. ഓ 5 4 പറ 5 4 9 14 14 1 15 6 21. കണക്ക് മോളെ, ഈ കണക്ക് ഇവളോട് ചോദിച്ചാൽ പോലും നമ്മൾ തെറ്റിക്കും. 23 24 8 32 32 3 35 36 37 42 8 50 51. 51 is the number, right? 8 9 14 ഒന്നുകൂടെ കൺഫേം ചെയ്തപ്പാ. 19 27 27 പാട് പറ. ഹലോ, നമ്മളതാ എത്തി. ടോട്ടൽ ചെയ്താൽ 51 വരുന്നത് നോക്കാം. ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഇപ്പൊ അനിയത്തി ഇമ്മയും കൂടെ പെരുന്നാൾ ഷോപ്പിങ്ങിന് പോയി ചെരുപ്പൊക്കെ വാങ്ങി. ചെരുപ്പിന്റെ കൂടെ വീട്ടിലെത്തിയപ്പോണ്ട് റിങ്ങിന് അതിന്റെ കൂടെ കടക്കാരൻ ഒരു ഫോൺ എക്സ്ട്രാ ഫ്രീ ആയിട്ട് മാറി വെച്ചേക്കല്ലേ? കിടന്നടിയുണ്ട്. അയാളെ ഫോണിന് ഇതിപ്പോ എന്തായേ? ഇതിപ്പോ നീ നമ്പർ ഒന്ന് ടോട്ടൽ ചെയ്താ കറക്റ്റ് ആണ് അപ്പൊ കൂട്ടിയത്. ഫോൺ എടുക്കും കാൽക്കുലേറ്റ്. ഓക്കെ ഓക്കെ, അതാണ് എന്റെ നമ്പർ. ആ നമ്പറിലാണ് നിന്റെ എല്ലാം ഇരിക്കുന്നത്. നമ്പർ കിട്ടിയിട്ടുണ്ട്. എത്ര? 51. കാണിക്കോട്ടെ. 51 ഈസ് കുറച്ചുള്ളൂ അല്ലേ? ഒന്ന് വായിച്ചാ വായിക്കി. പ്രശസ്തരാകും, ശത്രുശല്യം ഉണ്ടായിരിക്കൊണ്ടിരിക്കും. താഴ്ന്ന നിലയിലുള്ള ജീവിതമായിരുന്നാലും സ്ഥിരപരിശ്രമം കൊണ്ട് ഉന്നത നിലയത്തിൽ എത്തിച്ചേരും. പ്രശസ്തരായില്ലേ നീ? യു ബിക്കം എ കോഴിക്കോട് കരീനോ? പ്രശസ്തരാകുമെങ്കിലും ശത്രുശല്യം ഉണ്ടായിരിക്കും. ശത്രുശല്യം ഉണ്ടല്ലോ, കുടുംബത്തിലുണ്ടല്ലോ. ഞാൻ കട്ടിയില്ല, എല്ലാരും കാണട്ടെ. വേറെ താഴ്ന്ന നിലയിലുള്ള ജീവിതമായിരുന്നാലും അതെ, നമ്മൾ ഭയങ്കര പാവപ്പെട്ടവരാ. സ്ഥിര പരിശ്രമം കൊണ്ട് ഉന്നതയിലെത്തിയിരിക്കും. ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? മലയാളം കുറച്ചൊക്കെ വിശ്വാസം വന്നോ? അല്ലേ? ഉള്ളതല്ലേ? സത്യോ വായിൻകുട്ടി നമ്പൂതിരി കൊടുക്കൈ ഇറങ്ങിക്കോ. വേറെ ജോലിയൊന്നുമില്ല. നമുക്കിതൊരു ആപ്പ് ഉണ്ടാക്കിയല്ലോ അച്ഛാ. അല്ല ഉപ്പാ, നമുക്ക് തുടങ്ങിയാലോ മാർക്കറ്റിംഗ്? ഞാൻ മാർക്കറ്റ് ചെയ്യും, നിങ്ങൾ ഇവിടെ ഇരിക്കും വീട്ടില്. ഇത് പൊളിക്കും. ഇനി അടുത്ത് എന്റെ നോക്കാന്ന് വിചാരിച്ചിരിക്കട്ടോ.
എൻ്റെ നമ്പർ എഴുതിപ്പാ SHA FEEK അപ്പൊക്കെ അറിയാലോ. MM ആരത് സ്വന്തം നോക്കിപ്പോ ഇപ്പൊ ഉള്ളിക്ക് അവൾക്ക് വിശ്വാസമായി. സത്യമാണല്ലേ, പ്രശസ്തരായില്ലേ ഇപ്പൊ അവള്. മാഷാഅല്ലാ. ഇത് നെയ്യ് ഇവിടെ ഉണ്ടല്ലോ. നമ്മള് കുറച്ച് മതിയില്ലേ അമ്മ? നാളെ പായസം കുറച്ച് പോരെ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ മാംഗോ പുഡിങ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്, ഉണ്ടാക്കി വെക്കാം. എക്സാക്ട് റെസിപ്പി ഒന്നല്ല, നമ്മളതായ തട്ടിക്കൂട്ടലുകൾ. പാല്, മിൽക്ക് മെയ്ഡ്, അത് ഒരു പോഷനില് മാങ്ങയും കൂടെ അടിച്ച് വെക്കണം. പിന്നെ വേറൊരു പോഷനില് കസ്റ്റേർഡും മാങ്ങിയിട്ട് വെക്കണം. എന്നിട്ട് ഉമ്മ എവിടെക്കുമ്മ? എൻ്റെ ഉമ്മ ക്യാമറയിൽ വരെ ഭയങ്കര മടിയാ. തിരിയുന്ന കൊടുക്കണ പൈസ. എന്താ പൊന്നു കോമഡി. മാങ്ങന്റെ പ്യൂരി ഉണ്ടാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് പാലും മിൽക്ക് മെയ്ഡും വെച്ച സാധനം കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതില് ബ്രെഡ് സോക്ക് ചെയ്യും. എന്നിട്ട് ബ്രെഡിന്റെ ലെയർ ആക്കും. എന്നിട്ട് അതിന്റെ മേലെ മാങ്ങയും കസ്റ്റേർഡും ലെയർ ആക്കും. ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. സെറ്റ്. ഇതൊരു എപ്പിസോഡായിട്ട് ഇട്ടാ മതി ചക്കു കേട്ടോ. പുഡിങ് നാളെ കഴിക്കുന്ന വേറെ ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ബാക്കി നിങ്ങൾക്ക് എന്തായാലും നാളത്തെ വീഡിയോ കാണാം അല്ലേ ചക്കു? 36 36 മറിക്ക് 36. ഇത് ഇങ്ങനെ ഡിസോർഡർ ആയിട്ടാ കിടക്കുന്നത് അല്ലേ? ഓർഡറിലായിരിക്കും അല്ലേ? അപ്പൊ 36 ഇവിടെ എന്താപ്പാ എന്താ ഇങ്ങോട്ട് വായിച്ച ഞാൻ ഇപ്പൊ വായിക്കേ. അന്യനാട്ടിൽ ചെന്ന് പ്രശസ്തരാകും. ആയിട്ടുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും. സത്യം. പക്ഷെ അവർ വിശ്വസ്തരാകണമെന്ന്. ഓ സത്യം. ജ്യോതിഷം എന്നല്ല, അതിലും വലിയ ഐറ്റംസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നേക്കും. അടുത്ത വീഡിയോയിലാണ്. അത് വേറെയാ. ബൈ.